കോടിക്കണക്കിന് പണമുണ്ടാക്കുന്ന ആളുകൾ അവർ എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മളെപ്പോലെയാണോ, അതോ അവർക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഈയൊരു വിശകലനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകൾ അവർ എങ്ങനെയാണ് ശരിക്കും അവരുടെ പണം വളർത്തുന്നത്? അവർക്ക് മാത്രം എങ്ങനെ ഇത്രയും വലിയ തുകകൾ ഉണ്ടാക്കാൻ കഴിയുന്നു? എന്താണ് അവരുടെ ആ സ്ട്രാറ്റജി? വാ നമുക്കൊന്ന് നോക്കാം. ഇതാ ഈ കാണുന്ന സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. $120 ബില്യൺ. ഇതൊരു ചെറിയ തുകയല്ല അല്ലേ? ഈ കണക്കുണ്ടല്ലോ, ഇത് 2020 ഒരേ ഒരു വർഷം കൊണ്ട് ഇലോൺ മസ്ക് ഉണ്ടാക്കിയ വരുമാനമാണ്. ഒന്ന് ഓർക്കണം, ലോകം മുഴുവൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നെടുവീർപ്പിടുമ്പോഴാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ഈ പറയുന്ന വിജയം ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണോ? ആ ഒരു ഓവർനൈറ്റ് സക്സസ് എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നമുക്ക് ആ കഥ ഒന്ന് ചുഴിഞ്ഞു നോക്കാം. കാരണം യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇലോൺ മസ്കിന്റെ ഈ ഒറ്റ രാത്രി വിജയം ശരിക്കും 17 വർഷത്തെ കഥയാണെന്ന് പറയാം. നോക്കൂ, 2002 പേയ്പാൽ വിറ്റ ശേഷം കിട്ടിയ ആ $180 മില്യൺ മൂപ്പരെടുത്ത് റിസ്ക്കുള്ള 3 കമ്പനികളിലിട്ടു: സ്പേസ് എക്സ്, ടെസ്ല, പിന്നെ സോളാർ സിറ്റി. 2008 ആയപ്പോഴേക്കോ ടെസ്ല തകരാൻ പോകുന്നു. സ്വന്തം കയ്യിലുള്ളതും കൂടി എടുത്തിട്ടാണ് അങ്ങനെ ആ കമ്പനിയെ രക്ഷിച്ചത്. വീട് പോലും ഇല്ലാതെയായെന്നാണ് പറയുന്നത്. വീണ്ടും 2016 ടെസ്ല പ്രശ്നത്തിലായി. ആപ്പിളിന്റെ ടിം കുക്ക് കമ്പനി വാങ്ങാനുള്ളൊരു മീറ്റിങ്ങിന് പോലും സമ്മതിച്ചില്ല. അപ്പോൾ ഈ 17 വർഷത്തെ ആട്ടവും മുഴച്ചിലും തകർച്ചയുടെ വക്കത്ത് നിന്ന അനുഭവങ്ങളും, അതിനൊക്കെ ശേഷമാണ് 2020 ആ വലിയ കുതിച്ചുചാട്ടമുണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ സമ്പത്ത് ഉണ്ടാവുന്നത് ഈ മാർക്കറ്റിലെ വലിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ സഹിച്ച് പിടിച്ചു നിൽക്കുമ്പോഴാണ്, അല്ലാതെ അതിൽ നിന്ന് ഓടി ഒളിക്കുമ്പോഴല്ല. സാധാരണ ആളുകൾ പേടിച്ച് വിൽക്കുന്ന സമയത്ത് ഇവർ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കും. അതുതന്നെയാണ് വലിയ വ്യത്യാസം. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി ആ 2 വഴികൾ എന്താണെന്ന് നോക്കാം. ഇതാണ് ഈ 2 രീതികൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഒരു സാധാരണ ഇൻവെസ്റ്റർ എന്താ ചെയ്യുക? ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടും. ഒരു 25-30 എണ്ണം. ഒരു കമ്പനിയെ പറ്റി വലിയ അറിവൊന്നും കാണില്ല. മാർക്കറ്റ് ഒന്ന് താഴ്ന്നത് കണ്ടാൽ അപ്പോൾ പേടിയാവും, വിറ്റ് മാറാൻ നോക്കും. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സ്വയം സേഫ് ആക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ ശതകോടീശ്വരന്മാരോ, അവർ കുറച്ച് പക്ഷെ മികച്ച കമ്പനികളിൽ മാത്രമാണ് പണമിറക്കുന്നത്. ആ ബിസിനസ്സിനെ പറ്റിയും ആ ഇൻഡസ്ട്രിയെ പറ്റിയും നല്ല പോലെ പഠിച്ചിട്ടുണ്ടാവും. വളരെ കാലത്തേക്ക് അത് പിടിച്ചുവെക്കും, എന്ത് പ്രശ്നം വന്നാലും. അവരുടെ ഫോക്കസ് കോൺസെൻട്രേഷനിലാണ്, അതായത് ഒരിടത്ത് കേന്ദ്രീകരിക്കുക. അതിലൂടെയാണ് അവർ സമ്പത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ അഥവാ കേന്ദ്രീകരണം എന്ന് പറയുന്ന സ്ട്രാറ്റജി എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? ശരിക്കും സമ്പത്തുണ്ടാക്കുന്നതിന് ഒരു സുവർണ്ണ നിയമമുണ്ട് എന്ന് പറയാം. അതിലേക്ക് വരാം. ഈ നിയമം ഒരു വിരോധാഭാസം പോലെ തോന്നാം. എങ്ങനെയെന്നല്ലേ? സമ്പത്ത് പെട്ടെന്നുണ്ടാക്കാൻ കോൺസെൻട്രേഷൻ വേണം. അതായത് നല്ലതായി അറിയാവുന്ന 1-2 കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ ഉണ്ടാക്കിയ സമ്പത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനോ? അപ്പോൾ വേണം ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് പല സ്ഥലങ്ങളിലായി അത് നിക്ഷേപിക്കുക. ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുക, പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്ത് സംരക്ഷിക്കുക. സിമ്പിൾ. ഒരു ഉദാഹരണം വേണോ? ജെഫ് ബെസോസിനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സിനെ. അവരുടെയൊക്കെ തുടക്കകാലത്തെ പോർട്ട്ഫോളിയോ ഒന്ന് നോക്കിയാൽ അതൊട്ടും ബാലൻസ്ഡ് ആയിരുന്നില്ല. ഇതാ നോക്കിക്കേ, 95% ഒരൊറ്റ കമ്പനിയിൽ, ആമസോണിലായിരുന്നു. ബാക്കി 5% മാത്രമേ വേറെയുള്ളൂ. ഇതിനെക്കുറിച്ച് വാറൻ ബഫറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സത്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അറിവില്ലായ്മയിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ്. പക്ഷേ ഒരു മിനിറ്റ്, ഇത് വലിയ റിസ്ക് അല്ലേ? തീർച്ചയായും. ഒരു അറിവുമില്ലാതെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പണി കിട്ടും. എന്നാൽ ബുദ്ധിപൂർവ്വം ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഒരു സെക്ടറിൽ എക്സ്പേർട്ട് ആവുക. ടേക്ക് ഹെൽത്ത് കെയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ആവട്ടെ, ഒരു ഫീൽഡ് എടുത്ത് അതിൽ നല്ലപോലെ അറിവുണ്ടാക്കുക. കണ്ട സ്റ്റോക്കെല്ലാം വാങ്ങാൻ പോകാതെ. രണ്ടാമത്തത്, ബിസിനസ്സിൻ്റെ ഭാഷ പഠിക്കുക. എന്നുവെച്ചാൽ സ്റ്റോക്കിൻ്റെ വിലചാർട്ട് മാത്രം നോക്കിയിരിക്കാതെ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോഴേ ആ കമ്പനിയുടെ യഥാർത്ഥ ആരോഗ്യം എന്താണെന്ന് പിടികിട്ടൂ. മൂന്നാമത്തത്, അതാണ് ഏറ്റവും പ്രധാനം, ഒരു ഉടമയുടെ മാനസികാവസ്ഥയുണ്ടാക്കുക. ഒരു സ്റ്റോക്ക് ട്രേഡറായി ചിന്തിക്കുന്നത് നിർത്തി ആ കമ്പനി മുഴുവനായി വാങ്ങാൻ പോകുന്ന ഒരാളെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ ഉടമയുടെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ്? വാ, ഒരു റിയൽ വേൾഡ് ഉദാഹരണം വെച്ച് നമുക്കത് മനസ്സിലാക്കാം. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നു. ഇന്ത്യയിൽ ശരിക്കും മൊണോപ്പൊളിയുള്ള 2 കമ്പനികളിൽ ഒന്ന് മുഴുവനായി വാങ്ങാം. ചോയ്സുകൾ: ഒന്ന് IRCTC, രണ്ടാമത്തേത് Pidilite. നിങ്ങളേത് തിരഞ്ഞെടുക്കും? ഒരു സ്റ്റോക്ക് ട്രേഡറായി ചിന്തിക്കുന്നവർക്ക് 2ഉം മൊണോപ്പൊളിയുള്ള കമ്പനികളാണ്. ഗ്രേറ്റ്. എന്നാൽ ഒരു ഉടമസ്ഥനായി ചിന്തിക്കുമ്പോൾ കഥ മാറും. നോക്കൂ, IRCTCയുടെ മൊണോപ്പൊളി എങ്ങനെ കിട്ടിയതാ? അത് ഗവൺമെൻറ് കൊടുത്തതാ. നാളെ ഗവൺമെൻറ്റിന് തോന്നിയാൽ ആ ലൈസൻസ് തിരിച്ചെടുക്കാം, അല്ലേ? ആ റിസ്ക് അവിടെയുണ്ട്. എന്നാൽ Pidiliteോ?
അവരുടെ ഫെവിക്കോൾ ഫെവിക്വിക്കൊക്കെ ഗവൺമെൻറ് കൊടുത്ത മോണോപ്പൊളിയാണോ? അല്ല. വർഷങ്ങൾ കൊണ്ട് ആളുകളുടെ വിശ്വാസം നേടി ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡാണ്. ആ വിശ്വാസം പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് വളരെ കാലം നിലനിൽക്കും. കണ്ടില്ലേ, ഒരു ഉടമസ്ഥനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്റ്റോക്കിൻ്റെ വിലയുടെ അപ്പുറത്തേക്ക് നോക്കും. ആ ബിസിനസ്സിൻ്റെ അടിത്തറ എത്ര സ്ട്രോങ് ആണ്, എത്ര കാലം നിലനിൽക്കും എന്നൊക്കെ ആലോചിക്കും. ഇതുപോലെ ചിന്തിച്ചാൽ ചതിക്കുഴികളിൽ വീഴാതെ ശരിക്കും മികച്ച ബിസിനസ്സുകൾ കണ്ടെത്താനും ധൈര്യത്തോടെ ദീർഘകാലത്തേക്ക് പിടിച്ചുവെക്കാനും നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിലെ മുതൽ മുടക്ക് മുഴുവൻ ഒരേ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് 10 വർഷത്തേക്ക് അതിൽ തൊടാൻ പാടില്ല. അങ്ങനെ ഒരു അവസരം വന്നാൽ നിങ്ങൾ ഏത് കമ്പനി തിരഞ്ഞെടുക്കും? ഇത് വെറുമൊരു ചോദ്യമല്ല. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ ശരിക്കും ഒരു ശതകോടീശ്വരൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങും. ആലോചന നിങ്ങൾക്ക് വിട്ടുതരുന്നു.